ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു റംസാൻ വ്ളോഗ് എടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ സമയം ഇപ്പോൾ 4:21 അപ്പോൾ നമുക്കൊന്ന് ആളെ വിളിക്കാൻ പോവാം. ഓക്കെ ജിബി, എനിക്ക് ഇവിടെയൊക്കെ നോമ്പ് വിൽക്കണേക്കില്ലേ? നീച്ചാളാ, സമയമായിട്ടോ. ഇവിടെയൊക്കെ സമയം 4:30 ആയിട്ടോ. നല്ല ഉറക്കിലാണ് കേട്ടോ. നമുക്ക് കുറച്ച് രണ്ടാപ്പാണി വിൽക്കാം. ബാത്റൂമിൽ പോയിട്ട് വെള്ളം വയ്ക്കാം. ജിബി അപ്പങ്ങളെല്ലാവർക്കും ഞാൻ ദോശ നെഞ്ചല്ല ചോറ് ഇഷ്ടം. എനിക്ക് പൊട്ടാറ്റോ വേണം. ഇടും അതുകൊണ്ട് കുറച്ച് സമയമുള്ളൂ. അത് 20 മിനിറ്റോ തിന്നാൻ കുറച്ച് സമയമുണ്ട്. നമ്മൾ വളരെ നേരത്തെ എണീച്ചോണ്ട് നമ്മളിത് കെട്ടത് ആകുമ്പോൾ അപ്പോൾ എന്താ പറയുക, 20 മിനിറ്റോളൂ. അതിൻ്റെ ഇടയിൽ നീയത്ത് വെക്കാൻ നീയത്ത് വെക്കാൻ മക്കളുടെ ചോദിച്ചാൽ തിന്നു കഴിയണ്ടേ? എത്തുടങ്ങിയോ? തിന്നു കഴിയണം. മറന്നാലേ നോമ്പ് കിട്ടൂലല്ലോ കാശ്. തിന്നാൽ നമുക്ക് 10 മിനിറ്റ് 20 മിനിറ്റ് വേണം. പക്ഷെ നേരത്തൊക്കെ നമുക്ക് 1 മിനിറ്റും പോയി വേണ്ടെന്നുണ്ട്. നേരത്തൊക്കെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഐസ് പേടിക്കണേ. അതിന് തിന്ന് തീർക്കണ്ടേ? ആണ് ടാസ്ക്. സംസാരിച്ച് നിന്നാൽ ഇപ്പോൾ കഴിയുന്നുണ്ടാവില്ല. നമ്മൾ പോരാ ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എന്താ കഴിക്കാനുള്ളത്? ഫ്രൂട്ട്സ് വാങ്ങ് കൊടുക്കാനായിട്ട് ഇപ്പോഴും കഴിക്കുന്ന ചിന്തുള്ളൂ. ബാങ്ക് കൊടുത്ത് കൈയുടെ വരെ കഴിക്കണം എന്നാണ്. കൈയുടെ വരെ കഴിക്കാം അല്ലേ? വാങ്ങ് കൊടുത്ത് കഴിക്കുന്ന വരെ കഴിക്കാം. വാങ്ങ് കൊടുക്കുന്ന വരെ കഴിക്കാൻ പറ്റുള്ളൂ. വാങ്ങ് കൊടുത്ത് കഴിക്കുന്ന വരെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായി കഴിച്ചു ഒറ്റ നമുക്ക് റെഡി ആയില്ല. അതാണ് സംഭവം. നമ്മൾ ശരിക്കും 3:30 എണീക്കലുണ്ട്. ഇന്ന് ഇയാൾ നേരെ വൈകി. ഇയാൾ നേരെ വൈകി. നമ്മളിപ്പോൾ 12:09 എണീച്ചത്. 9:00 എണീച്ചത്, ഒരു 11 മണിക്ക് എണീച്ചത്. അപ്പോഴാണ് നമ്മൾ എണീക്കാൻ പോണത് ഇവിടുന്ന്. എൻ്റെ ഉടായ്പ പണിയാണിത്. ദിസ് ഈസ് മൈ ഉടായ്പ പണി. ഇങ്ങനെ പോരുമ്പോൾ നമ്മൾ എന്താക്കുന്നത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ സക്സസ് ലിക്വിഡ് നമ്മൾ യൂസ് ചെയ്യണം. എല്ലാവരും വിചാരിക്കും ഞാൻ പണിയെടുക്കില്ലാന്ന്. പറയും എന്താന്ന്. അതെ, അപ്പോൾ ഗായ്സ് നോക്കിട്ടോ, നമ്മൾ പത്തിരി ഏകദേശം റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇയാളിവിടെ ഉഷാറായിട്ട് ഉള്ളിലൊക്കെ നല്ല തൊലിച്ച് കട്ട് ചെയ്തോണ്ട് നിൽക്കുക കേട്ടോ. ഇതാ നോളിച്ചാനായിന് കണ്ണൊക്കെ കണ്ടില്ലേ? കണ്ണൊക്കെ വെള്ളം കയറിയിട്ട്. പത്തിരിയും കോഴി മുഴുട്ടാണ് ഉണ്ടാക്കണേ. സാധാരണ ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാകുമ്പോൾ ഇന്നും നമ്മളൊന്ന് മുളക് ഇട്ടാക്കാം, കോഴി മുളകിട്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളി അരിഞ്ഞ് ഏകദേശം എരിഞ്ഞിട്ട് കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് നാളെ. ഇപ്പോൾ ഗായ്സ് ഉമ്മാൻ്റെ ഏകദേശം ആയതുകൊണ്ട് ഉണ്ട് കേട്ടോ. ഇപ്പോൾ റെഡിയാവും. നമ്മൾ പത്തിരി പോയാൽ റെഡിയായി. ഇനിയിപ്പോൾ
പിന്നെ അതിൻ്റെ വട്ടാക്കാം കേട്ടോ, അതായത് നമുക്ക് ഉരുളാക്കാം. അങ്ങനെ നല്ല സോഫ്റ്റ് പത്തിരി ഇങ്ങനെ ആയോണ്ടിരിക്കാം കേട്ടോ. ഒന്ന് വർക്കുള്ള നമ്മുടെ പത്തിരി റെഡി ആയോണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് പത്തിരിയാണ്. ഇതാ കലായിട്ട് വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി ഒക്കെ വെച്ച് ഇഞ്ചിയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ. ഇവിടെ സെറ്റാക്കി വെച്ച് ഗൈസ് കലക്കി പാവം വേക്കൻസി. അപ്പം ഗായ്സ് ഇവിടെ നല്ല ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ചിക്കുവാ എവിടെ ഉണ്ട് ചിക്കു? ചെറിയ ഇറച്ചിക്കുട്ടിയായിപ്പോ വാങ്ങിയതാണ് ആള്. ഇപ്പൊ കാരണം എന്താ വെച്ചാല് ഇതിപ്പോ നല്ല വിളവനായിന്. ഓനെ ഇപ്പൊ ഒന്നും വേണ്ട, ഓനിപ്പോ ഒന്നും കഴിക്കൂല, ഓനിപ്പോ പുറത്തേക്ക് പോണം. അതാണ് നമ്മള് വിളിച്ചപ്പോ ഇങ്ങനെ സോപ്പിട്ട് കായ്സ്. അപ്പൊ അങ്ങനെ വിസിലടിച്ച് ആയോണ്ടില്ല. പിന്നെ നമ്മള് കോഴി മുളക് ഇടാനുള്ളത് തക്കാളി ഇട്ടാണ്. പിന്നെ ഇതിക്ക് ഇതൊക്കെ ഇതിക്കാക്കിയില്ലേ, ഉള്ളിക്കാരി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെ കായ്സ് നമ്മള് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ചിക്കൻ ആട്ടോ. ചിക്കന് സ്വീറ്റ് ഉണ്ടാക്കാം. നമ്മളെ പത്തിരി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ലോണം ഗ്രൈൻഡ് ചെയ്യണം ചിക്കന്. കൊച്ച് പണി കഴിഞ്ഞ് വന്നതാണ്. കൊച്ച് സാധനം കയറ്റി വന്നത് നല്ല ഇറാനി പത്തക്ക. നല്ലോണം തിളക്കണ്ട് കേട്ടോ, വെട്ടി തിളക്കണ്ട്. അപ്പം നമ്മൾ ഈ ചിക്കൻ ഇതിൽ കണിട്ട് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ ചിക്കൻ മുള്ളിട്ട് കറി കുറച്ച് ഉരുളക്കിഴങ്ങ് അങ്ങനെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് സെറ്റാക്കി നല്ല മിക്സ് ചെയ്യാം. ഗായ്സ്
വത്തക്ക വെള്ളം ഉണ്ടാക്കണം. ഞങ്ങൾ എന്നും പിന്നെ വത്തക്ക ദിവസമാണ് ഉണ്ടാക്കി. സ്പെഷ്യലായിട്ട് ഞങ്ങൾ വത്തക്ക വെള്ളം നന്നായിട്ട് അരിയിടും. അപ്പം അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ഇതാക്കുകയാണ്. അത് കയ്യിലോണ്ടാക്കിയാ പോരാ? കയ്യിലോണ്ട് നമ്മൾ ഈ കത്തി കൊണ്ട് തന്നെ ആക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല ചെറുതായിട്ട് ചെറുതായി കിട്ടും. ഒക്കെ കുനുകുനായി. അപ്പൊ നമ്മള് മാക്സിമം നമ്മള് കയ്യിലൊന്നും എടുക്കാത്ത നമ്മള് കുനുകുന് ഫുള്ള് നിലത്തേക്കാ പോണേന്ന്. കത്തി ഇത് ഫുള്ള് നിലത്തേക്കാ പോണേന്ന്. അത് പോയിക്കോട്ടേന്നോ? നമ്മള് മാക്സിമം നമ്മള് ഇങ്ങനെ കത്തി ഉപയോഗിച്ചിട്ട് കയ്യില് എടുക്കട്ടെ. ലാസ്റ്റ് നമ്മള് സ്പൂൺ ഇടേ ഇതേപോലെ ഇതിലിങ്ങള് മതി. ചെറുതായിട്ട് വൃത്തിയായിട്ട് അരിഞ്ഞ് മതിയോ? ഫുള്ളൊക്കെ വേണം. ഷുഗർ ഇട്ട് ഷറായിട്ട് അടയ്ക്കാം. വത്തക്ക വെള്ളം അങ്ങനെ ഫസ്റ്റ് ഇമ്മാക്ക് കൊടുക്കാം കേട്ടോ ഗായ്സ്. അടുത്ത കണ്ടോനാണ് കേട്ടോ സാമ്പിൾ ഓക്കെ. എങ്ങനെയുണ്ട് സാർ? അടിപൊളിയാണോ? മധുരൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ ഗായ്സ് നമ്മളെ കടി ഇതാ, നമ്മളെ അടിപൊളി കടി. നിങ്ങളെൻ്റെ അഭിപ്രായം പറയും. സൂപ്പർ, അടിപൊളി. നമ്മളിനി ലുഡോ കളിക്കാൻ പോകണം. ലുഡോ പറയാനുള്ളത്, ഞാൻ ജയിക്കാൻ പോണ അവസരത്തിൽ ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഓവർ കോൺഫിഡൻസ്. പക്ഷെ ഞാൻ അതിൽ പ്രോ ആണ് ഗൈസ്. പ്രോ ആണ് ഗൈസ്, പ്രോ. പ്രോ ആണ്. കളി പഠിച്ചു വാ. എന്തേ ഒരു 2 കിട്ടിയാല് ചായ കുടിച്ചോണ്ടിരിക്കാണ്. ചായ ചിക്കൻ മുളകിട്ട് നല്ല രസമുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ ഇതിൽ ഗായ്സ് ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ബിഗിനേഴ്സാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ടാണ് ഞങ്ങൾ